മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പത്മകുമാറിനെ അല്പനേരം മുൻപ് വരെ സംസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് പിന്നാലെ എ പത്മകുമാറിന്റെ അറസ്റ്റും ഉണ്ടായിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് നേരിട്ട് പങ്കുണ്ട് എന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നിരവധി തവണ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം ഇദ്ദേഹം ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇപ്പോൾ അവസാനം തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നത്. ഈ പത്മകുമാർ നേരിട്ട് ഈ ഒരു സ്വർണ്ണപ്പാളികൾ കടത്തുന്നതിൽ അല്ലെങ്കിൽ സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികൾ കടത്തുന്നതിലും സ്വർണം കവർന്നതിലും നേരിട്ട് ഒത്താശ ചെയ്തു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രായോജകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അവിടെ നിന്ന് കവർച്ച ചെയ്യുന്നതിന് ഒത്താശ ചെയ്തത് പത്മകുമാർ ആണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പോറ്റിയും പത്മകുമാറും തമ്മിൽ വലിയ ഇടപാടുകൾ, സാമ്പത്തികമായും അല്ലാതെയുമുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നതായും അതുപോലെ തന്നെ ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതായും SITക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ചോദ്യം ചെയ്യലടക്കം നടന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അടുത്ത അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇതോടുകൂടി അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണം 6 ആയിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരുന്നത്. SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയൊരു ചോദ്യം ചെയ്യലിന് ശേഷം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയായി പല ദിവസങ്ങളിലും എ പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകും, എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും എന്നുള്ള രീതിയിലായിരുന്നു കേരളം നിന്നിരുന്നത്. നിരവധി തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, നോട്ടീസ് അയക്കുന്നു, ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് SIT അറിയിക്കുന്നു, ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് അറിയിക്കുന്നു. അതിനെല്ലാം പിന്നാലെ ഇന്ന് എ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനോട് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. എന്തെല്ലാമാണ് SITയുടെ കണ്ടെത്തലുകൾ, എന്തെല്ലാം കുറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കണ്ടെത്തലുകളുടെ പുറത്താണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണാം. ഏതായാലും SIT സംഘം കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. തലസ്ഥാനത്ത് പ്രത്യേക കേന്ദ്രത്തിൽ വെച്ചാണ് SIT സംഘം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എ പത്മകുമാറിനെ സംബന്ധിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് എ പത്മകുമാറാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നെന്നും SITക്ക് സൂചന ലഭിച്ചിരുന്നു. എന്തായാലും നേരത്തെ ഈ എ പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും 2 തവണയാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അദ്ദേഹം 2 തവണയും ഹാജരായിരുന്നില്ല എന്നതാണ് പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൂടാതെ കൂടുതൽ തെളിവ് ലഭിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ അറസ്റ്റ് വൈകിയത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും SIT തലവനായ SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് SIT സംഘം. നേരത്തെ 2 തവണയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. N വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡ് അധ്യക്ഷൻ. ഈ N വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെയാണ് പത്മകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് SIT നോട്ടീസ് നൽകിയത്.
ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, ദേവസ്വം കമ്മീഷണറും നേരത്തെയുള്ള അധ്യക്ഷനുമായിരുന്ന എൻ വാസു എന്നിവരായിരുന്നു ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എ പത്മകുമാറിനെയും കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പത്മകുമാറിനെ ചോദ്യം ചെയ്തത് ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും കട്ടളപ്പാളികളും അറ്റകുറ്റപ്പണിക്കായി അഴിച്ചുകൊണ്ടു പോകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് എ പത്മകുമാറായിരുന്നു. കൂടാതെ വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലെന്നതായിരുന്നു ഈ പത്മകുമാറിന്റെ വാദം. FIR രജിസ്റ്റർ ചെയ്തതായി നേരത്തെ അറിയില്ലെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ പ്രതികരണവുമായി നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ വലിയ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഈ സ്വർണ്ണക്കവർച്ച കേസിൽ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം. എന്തായാലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇതുവരെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അവസാനത്തെ 6ാമത്തെ ആളാണ് എ പത്മകുമാർ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് പ്രായോജകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴികെ അറസ്റ്റിലായ മറ്റെല്ലാവരും തന്നെ ദേവസ്വം ബോർഡിൽ കൃത്യമായ ഒരു ഉദ്യോഗസ്ഥ സ്ഥാനം വഹിച്ചിരുന്നവരാണ് എന്നുള്ളതാണ്. ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ, മുൻ ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് ചെയർമാൻ എന്നിങ്ങനെ ബാക്കിയുള്ള 5 പേരും കൃത്യമായി ദേവസ്വം ബോർഡിലെ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ് എന്നുള്ളത് കൃത്യമായും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യങ്ങളെയും ദേവസ്വം ബോർഡിനെയും ആകെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നാണ് എന്നുകൂടി ഒരു അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പ്രായോജകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആളറിയാതെ എത്തിയതോ ഇവരെ കബളിപ്പിച്ച് ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ച് സ്വർണം കടത്തിയതോ അല്ല, മറിച്ച് ദേവസ്വം ബോർഡിലെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ തൊട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായ സഹായത്തോടുകൂടിയും ഒത്താശയോടുകൂടിയുമാണ് സ്വർണം കടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റുകളിലൂടെ വെളിവാകുന്നത്. എന്തായാലും SIT അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.